മറ്റു വാർത്തകളും പരിശോധിക്കാം. നടൻ മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസ് വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. വിചാരണ കോടതിക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേസ് പിൻവലിക്കാൻ അനുമതി നിഷേധിച്ചതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മോഹൻലാലിന്റെ ഹർജിയും പരാതിക്കാരുടെ ഹർജിയും കോടതി തള്ളി. 6 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി. നീതി എല്ലാവർക്കും തുല്യമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിശദാംശങ്ങൾ ലോറൻസ് നൽകും. ലോറൻസ്, ഈ കേസ് വീണ്ടും പരിഗണിക്കണം എന്നുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നു? ഫിജി, ഏതാണ്ട് ഒരു 7 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ കേസ് വീണ്ടും വിചാരണ കോടതിയുടെ ബെഞ്ചിലേക്ക് തന്നെ, അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ പരിഗണനയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി, വിചാരണ കോടതി എന്നിങ്ങനെ ഈ 3 തലങ്ങളിൽ ഈ കേസ് പലവട്ടം പരിഗണിക്കുകയും അതിനുശേഷം ഇതിൽ വിചാരണ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് വിചാരണ കോടതിയുടെ ഉത്തരവ്, മോഹൻലാൽ ഈ കേസിൽ അനധികൃതമായി ആനക്കൊമ്പ് സൂക്ഷിച്ചു എന്ന കേസിൽ മോഹൻലാലിനെതിരെ ചില തെളിവുകളുണ്ട്, അതുകൊണ്ട് മോഹൻലാൽ ഈ കേസിൽ വിചാരണ നേരിടണം എന്ന ഒരു ഉത്തരവാണ് വിചാരണ കോടതി പുറപ്പെടുവിച്ചത്. അത് വിചാരണ കോടതി ആ ഉത്തരവ് പുറപ്പെടുവിച്ച് മോഹൻലാലിൻ്റെ ഹർജിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് പിന്നീട് മേൽക്കോടതികളിലൊന്നും ഹർജി നൽകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് സർക്കാർ ഈ മോഹൻലാലിൻ്റെ ഹർജിയിൽ മോഹൻലാലിൻ്റെ ഈ കേസിൽ, മോഹൻലാൽ പ്രതിയായിട്ടുള്ള ഈ കേസിൽ 1ാം കക്ഷി സർക്കാരാണ്. അതുകൊണ്ട് സർക്കാർ തന്നെ ഈ മോഹൻലാലിനെതിരായ കേസ് പിൻവലിക്കാൻ അനുമതി നൽകി. അതുകൊണ്ട് പിൻവലിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഒരു അപേക്ഷ ഈ മജിസ്ട്രേറ്റ് കോടതി നൽകി. അതോടൊപ്പം തന്നെ ഒരു ഹർജി നൽകി. ഈ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചതിന് ശേഷം ഈ കേസ് വീണ്ടും ഒന്നുകൂടി കേൾക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 6 മാസത്തിനകം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മോഹൻലാലിൻ്റെയും പരാതിക്കാരെയും ഈ കേസിൽ തന്നെയുള്ള ചില സാക്ഷികളെയും വീണ്ടും കേട്ടിട്ട് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണം, അന്തിമമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് ഇപ്പോൾ വിചാരണ കോടതിക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേസ് 36 പേജുള്ള ഒരു വിധിന്യായമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ കോടതി ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. നീതി എല്ലാവർക്കും തുല്യമാണെന്നാണ് ഹൈക്കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സാധാരണക്കാരനും ഉന്നതനും തമ്മിൽ ഹൈക്കോടതിക്ക് വ്യത്യാസമൊന്നുമില്ല. കേസ് പിൻവലിക്കാൻ സർക്കാർ അനുമതി നൽകിയത് തന്നെ ശരിയായില്ല. മാത്രമല്ല, പ്രോസിക്യൂഷൻ വേണ്ടത്ര മനസ്സിരുത്തിയല്ല ഈ അപേക്ഷ, അതായത് മജിസ്ട്രേറ്റ് കോടതിയിലെ പ്രോസിക്യൂട്ടർ വേണ്ടത്ര മനസ്സിരുത്തിയല്ല ഈ അപേക്ഷ നൽകിയത്. വിചാരണ കോടതിയുടെ ഉത്തരവിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വിചാരണ കോടതിയുടെ ഉത്തരവിൽ അതായത് പ്രോസിക്യൂഷൻ്റെ ഈ അപേക്ഷ പരിഗണിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമല്ല വിചാരണ കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണവും കൂടി നടത്തിയിരിക്കുന്നു. ഈ വിചാരണ കോടതി ഈ കേസിൽ പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ ഈ കേസ് ഒരു 3-4 മാസം മുമ്പ് വന്നിരുന്നു. അപ്പോൾ അത് ഈ കേസ് റദ്ദാക്കണമെന്നുള്ള മോഹൻലാലിൻ്റെ ഹർജിയായിരുന്നു. അപ്പോൾ അത് കോടതി പരിശോധിച്ചപ്പോൾ ഈ ഹർജിയിൽ എതിർകക്ഷിക്കാരനായ ഏലൂർ സ്വദേശിയായ എ പൗലൂസും അതുപോലെ പത്തനംതിട്ട റാന്നി സ്വദേശിയായ വനം വകുപ്പിലെ മുൻ ഉന്നതനായ ഒരു മുൻ ഉദ്യോഗസ്ഥനുമാണ് മോഹൻലാൽ ഈ കാര്യത്തിൽ ക്രമരഹിതമായി കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മോഹൻലാലിന് അനുകൂലമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രമരഹിതമായ നടപടികൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ മോഹൻലാലിനെതിരായി ഈ കേസ് റദ്ദാക്കണം, മോഹൻലാലിനെ നിയമപരമായി വിചാരണ ചെയ്യണം എന്നുള്ള ഈ ആവശ്യമായി വിചാരണ കോടതിയെയും അതുപോലെ ഹൈക്കോടതിയും സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിചാരണ കോടതിയുടെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മോഹൻലാൽ തന്നെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ഈ പരാതിക്കാരനായ എ പൗലൂസിൻ്റെ അഭിഭാഷകൻ ഡോക്ടർ എബ്രഹാം മേച്ചിങ്കര പറഞ്ഞ ഒരു കാര്യം, ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കേരളത്തിലെ നല്ല ക്രിമിനൽ പ്രൊസീഡിങ്സ്, അതായത് CRPCയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത ഒരു കാര്യമാണ് ഈ കേരളത്തിൽ മോഹൻലാലിൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അതായത് തൊണ്ടി മുതൽ, അതായത് വനം വന്യജീവി നിയമം അനുസരിച്ച് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ മോഹൻലാലിനെ തന്നെ ഏൽപ്പിക്കാൻ വനം വകുപ്പ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ഭാഗത്ത് ചില കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അത് പരിശോധിച്ച് വേണ്ടത്ര രീതിയിൽ മോഹൻലാലിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഈ അഭിഭാഷകനും പറഞ്ഞത്. അതുപോലെ അദ്ദേഹത്തെ സമീപിച്ച പരാതിക്കാരായിട്ടുള്ള ഈ എ പൗലൂസും അതുപോലെ ഈ റാന്നിയിലുള്ള ഈ മുൻ ഉദ്യോഗസ്ഥൻ്റെയും ഹർജികൾ പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞത്, എന്തായാലും ഈ കാര്യത്തിൽ പൊതു താല്പര്യമുണ്ട്, കേസ് അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ല എന്ന് ജസ്റ്റിസ് മേരി ജോസഫ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വിചാരണ കോടതിയോട് ഉടൻ തീരുമാനമെടുക്കാനും എല്ലാ വശങ്ങളും പരിശോധിച്ച് തീരുമാനമെടുക്കാനും അന്ന് ജസ്റ്റിസ് മേരി ജോസഫ് ഉത്തരവിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി ഈ ഉത്തരവ് തള്ളി. അതായത് ഈ സർക്കാരിൻ്റെ ഹർജി തള്ളിക്കൊണ്ട്
ഈ വിചാരണ കോടതി പറഞ്ഞത് ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് ഇപ്പോൾ തള്ളുകയാണ്, അല്ലെങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, തള്ളുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വിചാരണ കോടതി ഈ ഹർജി തള്ളിയത്. ഏതായാലും വിചാരണ കോടതിയുടെ ഈ ഉത്തരവിനെതിരെ സർക്കാർ 3 മാസത്തിനകം നടപടി സ്വീകരിക്കേണ്ടായിരുന്നു. അത് നടപടി സ്വീകരിച്ചില്ല. എന്തായാലും 3 മാസം കഴിഞ്ഞപ്പോഴാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ച് ഞങ്ങൾ കുറച്ചുകൂടി സാവകാശം വേണം, ഞങ്ങൾക്ക് അതിന് സമയം നീട്ടി നൽകണം, അല്ലെങ്കിൽ അതിനുള്ള കാലതാമസം വകവെച്ച് തന്ന് ഈ കേസ് പിൻവലിക്കാനുള്ള സർക്കാരിൻ്റെ അപേക്ഷ വീണ്ടും കേൾക്കണം എന്നുള്ള ഒരു വാദമാണ് സർക്കാർ ഹൈക്കോടതിയുടെ മുമ്പാകെ ഉന്നയിച്ച്. എന്തായാലും വിശദമായ വാദങ്ങളെല്ലാം തന്നെ ജസ്റ്റിസ് ബദറുദ്ദീൻ കേട്ടു. അതിൽ സർക്കാരിൻ്റെ വാദം ഇതായിരുന്നു, മോഹൻലാലിന് ഈ വനം വന്യജീവി നിയമം ബാധകമാവില്ല, കാരണം അദ്ദേഹം കാട്ടാനയുടെ കൊമ്പൊന്നും അല്ല സൂക്ഷിച്ചിരിക്കുന്നത്, കാട്ടാന ആരെങ്കിലും വകവരുത്തി അതിൽ നിന്ന് എടുത്ത കൊമ്പല്ല ഈ മോഹൻലാലിൻ്റെ കൈവശം ഇരിക്കുന്നത്, ചരിഞ്ഞ ആനകളുടെ കൊമ്പാണ് മോഹൻലാലിൻ്റെ കൈവശം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനം വന്യജീവി കാട്ടാനയെ കൊല്ലാൻ ഈ മോഹൻലാൽ കൂട്ടു നിന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ വനം വന്യജീവി നിയമം മോഹൻലാലിന് ബാധകമല്ല എന്ന് മാത്രമല്ല, സർക്കാരിന് ഈ ആനക്കൊമ്പൊക്കെ ക്രമപ്പെടുത്തി നൽകാനും അധികാരമുണ്ട്. അതുപോലെ തന്നെ നാട്ടിലൊരു പൗരനായ മോഹൻലാലിനെതിരായ കേസ് പിൻവലിക്കാനുള്ള അധികാരവും സർക്കാരിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിൻവലിക്കൽ ഹർജി എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. എന്തായാലും ഈ വാദത്തെ ഈ ഹർജിക്കാരുടെ ഭാഗം, കാരണം സർക്കാരും മോഹൻലാലും ഒരേ തട്ടിലായതുകൊണ്ട് ഇതിനെ നഖശികാന്തം ഈ ഹർജിക്കാരെ എതിർത്തു. ഹർജിക്കാരുടെ അഭിഭാഷകനായ ഈ എബ്രഹാം ഏച്ചിങ്കര പറഞ്ഞ സുപ്രധാനമായ ഒരു കാര്യം, മോഹൻലാലിന് ഈ ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഈ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ഈ ആനക്കൊമ്പ് പിടിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. കേസ് എടുത്തതിന് ശേഷമാണ് ഈ മോഹൻലാലിന് സർക്കാർ ഈ ആനക്കൊമ്പുകൾ ക്രമപ്പെടുത്തി നൽകി. ഇത് തന്നെ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു കാര്യമാണ്, നീതിന്യായ ചരിത്രത്തിൽ തന്നെ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇത് നീതിന്യായ വ്യവസ്ഥയുടെ ലംഘനമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ നീതിയുടെ വിതരണത്തിലും ഇതിൽ ചില കുഴപ്പങ്ങളുണ്ട്. ഉന്നതന്മാർക്ക് എന്തു ആവാം, സാധാരണക്കാരന് ഇതൊന്നും അപ്രാപ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോഹൻലാലിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളൊരാവശ്യമാണ് എന്തായാലും ഈ കേസിൽ ഹർജിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ എല്ലാ വാദങ്ങളും കേട്ടതിന് ശേഷമാണ് ഈ കേസ് ഒന്നുകൂടി പരിഗണിച്ചിട്ട് വിശദമായൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ, മനസ്സിരുത്തിയുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫിജി. ശരി, ലോറൻസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.